ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ അച്ചാർ നമ്മൾ ഉണ്ടാക്കുന്നത് സവോള കൊണ്ടാണ്. സവോളയോ കുഞ്ഞുള്ളിയോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു അച്ചാർ മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു അച്ചാർ തൊട്ടുകൂട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കുന്നത് കുശാലായി. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 5 സവോളയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതേ അച്ചാർ ഇടുന്നത് സവോള വെച്ചിട്ടും ചെറിയുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി വെച്ചിട്ടും തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിന്നിപ്പോൾ സവോള വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ ചുവന്ന കളറുള്ള നല്ല ഇപ്പം എനിക്കൊന്ന് നാട്ടിലും ഇതുപോലത്തെ സവോള കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെ നല്ല ചുവന്നിട്ടുള്ള കുഞ്ഞുള്ളിയൊക്കെ എടുക്കാൻ നോക്കുക. അതായത് പേൾ ഒണിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ എടുക്കാൻ നോക്കാം. അതാകുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അതുമാത്രമല്ല രുചിയിലും ഇച്ചിരി വ്യത്യാസം ഉണ്ട് കേട്ടോ, കുറച്ചും കൂടെ നല്ലതാണ്. അപ്പം ഞാനിന്ന് ഇതുപോലത്തെ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് പെട്ടെന്ന് തന്നെ വരാം. ഇനിതാ ഞാനിപ്പോൾ സവോളയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇത് കഴുകിയിട്ടുണ്ടായിരുന്നു, കഴുകി ഒന്ന് തുടച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നിങ്ങൾക്കത് പല രീതിയിലും കട്ട് ചെയ്യാം. കുഞ്ഞി 4 മുറിച്ചിടണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ നമ്മൾ നീളത്തിൽ അരിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയാം. ഞാൻ ഇതുപോലെ വട്ടത്തിലാണ് അരിയുന്നത്. നമ്മൾ ഒണിയൻ റിങ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിയത്തില്ലേ, അതേപോലെയാണ് അരിയുന്നത്. അതായത് നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ, നമ്മളിത് ഇട്ട് വെക്കുന്ന കുപ്പിയുടെ ആ വലിപ്പം അനുസരിച്ചിട്ടുള്ള രീതിയിൽ വേണം സവോളയും നമ്മൾ അരിയാൻ വേണ്ടിയിട്ട്. ഞാനിന്നിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുപ്പിയാണ് എടുക്കുന്നത്, ഒരു ഭരണിയൊക്കെ പോലത്തെ ഒരു കുപ്പിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇഷ്ടംപോലെ സ്ഥലമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അച്ചാറാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന അച്ചാറിനേക്കാളും എരിവൊക്കെ വളരെ കുറവ്, എന്നാൽ നല്ല വിനാഗിരിയൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് നല്ലൊരു പുളിയൊക്കെ ഉള്ള ഒരു അച്ചാറാണിത്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു കണക്കിനാണ്, വട്ടത്തിലാണ് അരിഞ്ഞെടുത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾക്കിത് വേണം എന്നുണ്ടെങ്കിൽ ഇതിലത്തെ ഓരോ വട്ടം ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തൊന്ന് കൈകൊണ്ടൊന്ന് ആക്കി കൊടുക്കാം. ഇനി അതല്ല അങ്ങനെ തന്നെ അതായത് ആ വട്ടം എല്ലാം കൂടെ ഒരുമിച്ചാണ് കിടക്കുന്നതെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് വരാം. ഞാനിപ്പോൾ എന്തായാലും ഇതുപോലെ ആദ്യത്തെ ഈ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ അങ്ങനെ തന്നെയാണ് ഇത് ഇടുന്നത് കേട്ടോ. കാരണം ഇത് അച്ചാർ ഈ ഒരു കുപ്പിക്കകത്ത് ആയി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ അതിങ്ങനെ ഉടയാൻ തുടങ്ങും. അപ്പോൾ അത് തന്നെ ആ ഒരു റിങ്ങിൽ നിന്ന് മാറി പൊക്കോളും. അപ്പോൾ അതാ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ സവോളയൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കത് ഇങ്ങനെ ഇതുപോലെ ഊരി എടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇടുകയും ചെയ്യാം. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഒരു വെള്ളം തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഒരു അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് 2.5 കപ്പോളമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് എന്തായാലും തിളപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതാ 2.5 കപ്പ് വെള്ളത്തിൻ്റെ അളവാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാനിതാ 1 ടീസ്പൂണോളമുള്ള മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് ചേർക്കുന്നതാണ് നല്ലത്. നമുക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടുന്നത് നല്ലതാണ്, ആ ഒരു വിനാഗിരിയിലൊക്കെ അത് കുതിർന്നിട്ട്. പിന്നെ ചേർക്കുന്നത് ഇത്രയും, അതായത് ഒരു 8-9 എണ്ണത്തിൽ വരുന്ന ഗ്രാമ്പു നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കറുവാപ്പട്ടയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷെ അത് ചേർക്കുന്നില്ല. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര ഇതിനകത്ത് ചേർക്കണം, അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടൊരു നമ്മൾ ഇതിനകത്ത് മുളക് പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പഞ്ചസാര ഇട്ടാൽ മാത്രമേ അത് ബാലൻസായി കിട്ടത്തുള്ളൂ ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു 1.25 ടീസ്പൂണോളമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു കയ്യിൽ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തുള്ള പഞ്ചസാര ഉപ്പൊക്കെ ഒന്ന് അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതൊന്ന് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വരാം. അപ്പോൾ അതാ വെള്ളമൊക്കെ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നന്നായിട്ട് തന്നെ വെട്ടി തിളയ്ക്കണം. അപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ചേർക്കണം. പക്ഷെ അതിന് മുന്നേ ഉപ്പ് ഒന്ന് രുചിച്ച് നോക്കുക. ഉപ്പ് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ബീട്രൂട്ടാണ്. നമുക്കിതിൻ്റെ ഒരു കളറൊക്കെ നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടാനും അതുപോലെ ബീട്രൂട്ട് ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുന്നതും ഒക്കെ ഒരു രുചിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 മീഡിയം സൈസായിട്ടുള്ള ബീട്രൂട്ട്, അതായത് ഇത് പുഴുങ്ങിയതും അങ്ങനെയൊന്നുമല്ല, ഞാനത് ഇതിൻ്റെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഈ ബീട്രൂട്ട് ഇതുപോലെ അരിയണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് വട്ടത്തിലാണെങ്കിലും ഈ സവോള നമ്മൾ അരിഞ്ഞ പോലെ തന്നെ ബീട്രൂട്ടും അതേപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി നമുക്ക് ഞാൻ ഇതിനകത്തൊന്ന് ടേസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കുരുമുളകിൻ്റെയും അതുപോലെ ആ ഒരു ഗ്രാമ്പൂൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് നന്നായി തിളയ്ക്കുന്നത് വരെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളയ്ക്കും തോറും ഇതിൻ്റെ നിറം എന്ന് പറയുന്നത് നല്ല കടും ആ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു പിങ്ക് കളറില്ലേ അതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി വെട്ടി തിളച്ച സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറണം. ഇപ്പം നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് മധുരവും ഉപ്പും ഒക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം കുറച്ചും കൂടെ നേരം ഇരുന്ന് കഴിഞ്ഞപ്പം ആ ഒരു രുചിക്കും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഭരണി പോലത്തെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കടകളിലൊക്കെ മിഠായി ഇട്ട് വെക്കത്തില്ല, അതേപോലത്തെ ഒരു കുപ്പിയാണ്. നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ ചില്ലിൻ്റെ കുപ്പി തന്നെ എടുക്കാൻ നോക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഇത് നല്ലതായിട്ട് നമ്മൾ എന്താ പറയുക കുറച്ച് നാൾ കൂടുതൽ അധികം നിൽക്കത്തുള്ളൂ. അതേസമയം പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ ആകുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പം ചില്ലിൻ കുപ്പി എടുക്കാൻ നോക്കുക. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തോട്ട് സവോളകൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോളയെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 ഇഞ്ചോളം വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നീളത്തിൽ അരിയണതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അച്ചാറിനൊക്കെ എപ്പോഴും അങ്ങനെയല്ല, നീളത്തിലാണ് അരിയുക. അപ്പോൾ അതേ കണക്കിന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 7 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചമുളക് വലിയ എരിവില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ 7 എടുത്തിരിക്കുന്നത്. നിങ്ങളെടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാരണം ഇതിനകത്ത് വേറെ നമ്മൾ എരിവിനായിട്ടൊന്നും ചേർക്കുന്നില്ല, ആ ഒരു കുരുമുളകും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എരിവ് ഇച്ചിരി ഒന്ന് കൂടുതൽ നിൽക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലത്തെ ചാറെല്ലാം, അതായത് ആ വെള്ളമെല്ലാം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ബീട്രൂട്ടും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബീട്രൂട്ടിൻ്റെ പോലെ തന്നെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ക്യാരറ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഞാൻ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർഫുള്ളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ ഈ ഒരു പിങ്ക് കളർ മാത്രം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ബീട്രൂട്ട് മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം കൂടെ ഫൈനലായിട്ട് ചേർക്കണം, അത് വിനാഗിരിയാണ്, ചൊറുക്ക. അപ്പോൾ അത് നമുക്ക് ഞാനിവിടെ ചേർക്കുന്നത് 1.5 കപ്പോളം ഉള്ള വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 2.5 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് വിനാഗിരി. അപ്പോൾ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി ഒരു സ്പൂണൊക്കെ എടുത്തൊന്ന് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് പതുക്കെ ഒന്ന് കുലുക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 2 ദിവസം കഴിഞ്ഞ് ഒരു രാത്രിയാണ്, 2 ദിവസം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ അത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഗ്യാസിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ല ചുറുക്കയുടെയും നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇന്ന് തുടങ്ങി ഞങ്ങളിത് കറിക്കൊക്കെ കൂട്ടി തുടങ്ങിയായിരുന്നു. നല്ലൊരു സ്വാദാണ്. അപ്പോൾ ഞാനിത് ഒരു 2 ദിവസം മുന്നേ ഇട്ടതാണ്. അപ്പോൾ ഇന്ന് ഓർത്തു ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ റിസൾട്ടും കൂടെ കാണിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്തത്. അപ്പോൾ നല്ല സ്വാദാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. പിന്നെ അത് കുറച്ച് അധികം നാൾ നിൽക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നനവുള്ള സ്പൂൺ കൊണ്ടൊന്നും എടുക്കാതിരിക്കുക. നമുക്ക് എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതുപോലെ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. ഈ ഒരു ഒനിയൻ പിക്കിൾ നിങ്ങളെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.